ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പന്ന് അപ്പച്ചൻ്റെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട്, ഇറക്കി പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് തൻ്റെ പോവാണ്. അപ്പോൾ അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. പിന്നെ ബാക്കി എന്തെങ്കിലും കഴിച്ചിട്ടില്ല. പിന്നെ ഈവനിങ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതേ ഞങ്ങളിതാ വരി നിൽക്കുകയാണ്, ഫുഡ് കഴിക്കണ്ടേ. ഒരുപാട് നാളായെന്ന് തോന്നുന്നു ഇങ്ങനെ അമ്പലത്തിൽ പോയി നമ്മൾ വരി നിന്നൊക്കെ കഴിച്ചിട്ട്. കാരണം എല്ലാ വർഷവും നായനാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഞങ്ങൾ ഒരു ദിവസം പോയി ഊണ് കഴിക്കും. പക്ഷേ മാമനാണെങ്കിലും ഊണൊക്കെ മേടിച്ച് വെച്ചിരിക്കും, അപ്പോൾ ഓടിപ്പോയി കഴിക്കുക പതിവ്. ഇത്തവണ വീട് പണിയൊക്കെ ആയതുകൊണ്ട് മാമൻ വരാൻ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ പോയി ഊണൊക്കെ മേടിച്ച് വെച്ചു. മാമൻ ഓടി വന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം ഒരു പരിപാടി അതറിയാമല്ലോ, വളയും പൊട്ടുമൊക്കെ കാണുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്കുണ്ടാകുന്നൊരു ഫീലിങ്സ്. പിന്നെ കുഞ്ഞിലേയുള്ള ശീലമാണ്, ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും അമ്മയെ പൊക്കിക്കൊണ്ട് നേരെ വള വിൽക്കുന്ന സ്ഥലത്ത് പോകും. അപ്പോൾ വളയോ സ്ലൈഡോ എന്തെങ്കിലും അമ്മയുടെ വകയായിട്ട് കിട്ടും കേട്ടോ. ഇത്തവണ അത് മുടക്കിയില്ല. അങ്ങനെ ഞങ്ങൾ കുപ്പിവളയൊക്കെ മേടിക്കേണ്ട തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ ദേ എഴുതി വച്ചിരിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തി കൊടുക്കപ്പെടും. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്തിരിയും വേദനയില്ലായിരുന്നു. പക്ഷേ ഞാൻ നന്നായി ഒന്ന് നിലവിളിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് വരേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന തിരക്കിലായിരുന്നു മാമനും ആൻറ്റിയൊക്കെ. പിന്നെ ഞങ്ങൾ കൂടെ പോയി സഹായിച്ചു, ഇലയൊക്കെ മുറിച്ചു. കാരണം ഇവിടെ ഒരു വാഴത്തോപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇല മുറിക്കലൊക്കെ നന്നായി നടന്നു. കയറിയിട്ടില്ല അപ്പച്ച. പോയി കേട്ടാ. ആരെ കാണാൻ പോണ്? മതിയാ? ഓ, കർഷകരുടെ ജാഥ. അയ്യോ ഇല്ല ഇല്ല, എൻ്റെ നിലയും മനസ്സ് പിടിച്ചിട്ട് ആൾക്കാർ പിടിച്ചെന്ന് വിചാരിക്കട്ടെ. അതാണല്ലോ അതിന്റെ ഒരു ട്വിസ്റ്റ്. അതിന്റെ ഒരു അവളുടെ മഹാമനസ്കത. ഇറക്കി പൂജയ്ക്ക് വിഗ്രഹം വീട്ടിലെത്തുമ്പോൾ നമ്മൾ വീടിന് മുന്നിൽ പൊങ്കാല ഇടണം. അപ്പോൾ ആൻറ്റി അതിനുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വീട് പണി നടക്കുന്നത് കാരണം നല്ല തിരക്കാണ്. കാരണം രാവിലെ കോൺക്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ആൾക്കാരെയൊക്കെ പറഞ്ഞയച്ചു. അതിന് ശേഷമാണ് എല്ലാ പരിപാടിയും തുടങ്ങിയത്. ഇത്രയൊക്കെ ആണെങ്കിലും ഒരുക്കമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിവിയാ? ഇല കഴിവിയോ? ഇല കഴിവില്ല. അതെടുത്താലും കുഴപ്പമില്ല. ചെറിയ ചൂടെടുത്ത കൊതും പറഞ്ഞുവിടുന്ന് നീ പറഞ്ഞല്ലേ അമ്മു? നീ പണം കണ്ടാ വാങ്ങിച്ചത്? അതെ, അല്ലല്ല രസാദിന് വാങ്ങിച്ചത്.
ആദ്യം ഒരു ചെറിയ കറി പീസ് പോലെയൊക്കെ അയ്യോ കുഞ്ഞുവേ ജോലി അധ്വാനം. അയ്യോ അപ്പച്ചാ അവർക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വിളിക്കാം. അധ്വാനിക്കാത്തവർക്ക് ഇങ്ങനെ ഇരുന്ന് വിളിക്കാം. കുഞ്ഞുവേ എന്റെ അമ്മമ്മ സത്യം പറഞ്ഞു. വിളക്കെത്തിയിട്ടുണ്ട്. ഇതെൻ്റെ അനിയത്തി ഹസ്ബൻഡുമാണ്. അവരും പൂജയായതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിലെത്തിയിരുന്നു. എന്ത് ചെയ്യും? നമ്മൾ നല്ലൊരു വെള്ളം ഉണ്ടാക്കും. ഇനി മൊത്തത്തില് കുറച്ചുകൂടെ വേണം കേട്ടോ. കുറച്ച് പഞ്ചാരം കൂടി ഇട്ട് നല്ലപോലെ എടുത്ത അമ്മോ, നീ എന്ത് തിരക്കിലാണെന്ന് തോന്നുന്നു. പിന്നെ ചുമ്മാ ഇരിക്കുന്നത് വലിയൊരു ജോലിയല്ലേ. പിന്നെ അപ്പൂപ്പൻ കേട്ടാ പറയും ഓ അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഞങ്ങൾ എഴുന്നള്ളത്ത് വരേണ്ട കാത്തിരിപ്പിലാണ് കേട്ടോ. അപ്പോഴേക്കും ദേ അവിടെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി. ഏകദേശം എത്താറായി. ആനക്ക് ടാറ്റ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും ഉള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്തേലും ഒരു ഒത്തുകൂടൽ നടന്നാൽ അപ്പോൾ തന്നെ കുറേ ഫോട്ടോസ് എടുക്കും. കാരണം ഫോട്ടോസ് ആണല്ലോ നമ്മുടെ മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറീസൊക്കെ സൂക്ഷിക്കുന്നത് എന്തായാലും വളരെ നല്ലതാണ്. അതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ്. കാരണം അവിടെ പൂപ്പട അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കയറണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. ഇത് അമ്പലത്തിൻ്റെ മുന്നിലൂടെ വഴിയുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ അമ്പലത്തിൽ പുതുതായി ചെയ്ത മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അനന്തശയനം വളരെ നന്നായിട്ട് അവർ വരച്ചു വെച്ചിട്ടുണ്ട്. Windows, FRP doors, airway covering, etc. എല്ലാവിധ മരുന്നുകളും മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. KE Aluminum Fabrication near MDHSS Aluminum.
ഏവർക്കും ഉത്സവം ബ്രൗഷർ, ലേബൽസ്, സ്റ്റിക്കർ, പോസ്റ്റർ ഡിസൈൻ തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകളും കൃത്യതയോടെ. രാത്രി 10 മണിക്ക് സിനി ആർട്ടിസ്റ്റായ സരയുവിൻ്റെയും ശ്രുതിയുടെയും ഡാൻസും, അത് കഴിഞ്ഞ് നല്ലൊരു സ്റ്റേജ് ഷോ ഉണ്ട്. നമ്മുടെ സിത്താരയുടെ മ്യൂസിക് ഷോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഈ ഉത്സവത്തിൽ രാത്രി നമ്മൾ ഉത്സവമൊക്കെ കാണാൻ വന്നിട്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി നേരെ ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിലോട്ട് വരാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇതിപ്പോൾ ആൻറ്റിയുടെ വക പർച്ചേസ് നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വരുമ്പോൾ എല്ലാ വർഷവും ആൻറ്റിയുടെ വക എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്ലൈഡ്, പൊട്ട്, അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം കാണാൻ വേണ്ടി വേഗം തിരിച്ചെത്തി. അങ്ങനെ 10 മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇല്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരെന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ കൗതുകം തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുള്ളത്. 1200 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രം, നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങൾ കൊണ്ട് ബാലാലയ പ്രതിഷ്ഠ നടത്തിയ നമ്മളോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവരെ കാണാനും അവരുടെ നൃത്തം ഗംഗേ രഞ്ജിത്ത് 20.79, 20 സെക്കൻഡ്സ്. സുഭാഷ് ഏട്ടാ, രഞ്ജിത്ത് ചെറിയൊരു പണി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത കാത്തിരിപ്പാണ് കേട്ടോ. भगवती 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 भगवती
പുലിപ്പൂവേ പൂവേ മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണത്തൊട്ട് തിരുവാവണിതാ முடிந்தவர்க்கு ஆசை മണി 1 പ്രോഗ്രാമൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നു. 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരും കുറേയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും സിതാരയെ കാണേണ്ടയൊക്കെ ഒരു തിരക്കിലായിരുന്നു. 1-2 പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരും വീട്ടിലോട്ട് പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങളും നേരെ നടന്ന് വീട്ടിലെത്തി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇതേ രാത്രി പ്രോഗ്രാമൊക്കെ കണ്ടു ഹാപ്പി ആയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയും ചെയ്തു. എന്തായാലും ഇപ്പോഴത്തെ ഉത്സവം സൂപ്പറായിരുന്നു കേട്ടോ.